ഹലോ ഫ്രണ്ട്, അസ്സാം വലൈക്കും. നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ അടിപൊളിയായിട്ട് നല്ല എളുപ്പത്തിൽ 4 റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ചാക്കിക്കോ, സ്കിപ്പ് ചെയ്യേണ്ട മുന്നേ നമ്മൾ ഇനി വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കപ്പിക്ക് 3 കമ്മിയുണ്ട്. അപ്പോൾ 3 കപ്പ് ഞാനിവിടെ മൈദപ്പൊടി 2 ടീസ്പൂണായിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് ബേക്കിംഗ് പൗഡർ, ഹാഫ് ടീസ്പൂണായിട്ട് ബേക്കിംഗ് സോഡ കേട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മുടെ സാധാരണ പക്കോടയ്ക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കണ്ടല്ലേ, അത് തന്നെ സോഡപ്പൊടി. പിന്നെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൻ്റെ പാലാണ്, ഒരുപാട് ചൂടിതൊന്നുമില്ല, ഒരുപാട് തണുപ്പില്ല, റൂം ടെമ്പറേച്ചറിൻ്റെ. ഇനി നമുക്ക് 3 ഇതിലേക്ക് പാല് ചേർത്തിട്ട് നന്നായിട്ട് മാവ് സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കണം. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഓൾ ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ നമ്മളിതാ ഇതേപോലത്തെ ഇനിയിപ്പോൾ 1 കപ്പ് പാല് ഞാൻ ചേർത്ത് ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ മാത്രം ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണ് നമുക്ക് ഓയിൽ ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഓയിൽ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഒബ്സോർബ്ഡ് ആയി കിട്ടുന്ന വരെ നമ്മൾക്ക് നന്നായിട്ട് ഇതിലേക്ക് മാവ് സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വെള്ളം എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഞാൻ ഇത്തിരി മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറങ്ങി പോണ്ട പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണായിട്ട് ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂണിൻ്റെ ആയിട്ട് ഫ്രഷ് മല്ലിയല്ല കൊറിയാൻഡർ ലീഫ് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മാത്രം എടുത്താൽ മതിയാവും, അല്ലാണ്ട് ഓയിൽ എടുത്താൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ വേണമെങ്കിൽ 2 കൂടെ പകുതി മിക്സാക്കി എടുത്താൽ അത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ എടുത്ത്, പക്ഷേ ബട്ടറിൻ്റെ കുറച്ച് ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബട്ടർക്ക് കുറച്ച് ടേസ്റ്റ് നല്ല അടിപൊളി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് നന്നായിട്ട് ഇനി മാവ് 1 മിനിറ്റ് നന്നായി പിന്നെ നമുക്ക് കുഴച്ചെടുത്തിട്ട് ഇതിൽ നമുക്ക് ബോൾസ് തയ്യാറാക്കി എടുക്കാം. പക്ഷേ മാക്സിമം നമുക്ക് എന്തായാലും 10 മിനിറ്റ് അല്ലാണ്ട് ഒരു അരമണിക്കൂർ എന്തായാലും നമുക്ക് നിങ്ങൾ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് കൊടുത്താൽ മതി. അല്ലാണ്ട് മാക്സിമം ഒരു 10 മിനിറ്റ് എന്തായാലും റെസ്റ്റ് കൊടുത്താൽ എത്ര നല്ലതാണ്. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് ഒരുപാട് വെൽപ്പില്ല, ഒരുപാട് ഛർദിയില്ല, ഒരു മീഡിയമായിട്ട് ഞാനിവിടെ ബോൾസ് തയ്യാറാക്കി നമുക്ക് ഉണ്ട ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ നമുക്ക് ഞാൻ എല്ലാം ഉണ്ട തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും മാവിന് ഒരു 8 ഉണ്ട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ പൊടിക്ക് നമ്മൾക്ക് ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പാക്കിയിട്ട് ഇതേപോലത്തെ നമുക്ക് എന്താ പറയുക റോൾ ഔട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തി പോലത്തെ അല്ലാണ്ട് ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കണ്ട. നമ്മൾക്ക് ഇത് എന്തായാലും ഞാനിത് കുറച്ച് ഫ്ലഫിനെസ് ഇതൊക്കെ ആകുമ്പോൾ ഇത് ഒരു ബണ്ണിൻ്റെ ഷേപ്പിന് അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് നമ്മൾക്ക് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് റോൾ ഔട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും നമ്മൾക്ക് ഞാൻ ഇതന്നെ വലുതാക്കിയിട്ടില്ല. ഇനി നമ്മൾക്ക് ഞാൻ ഒരു മീഡിയം കട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് കട്ടി വെച്ചിട്ടില്ല, ഒരുപാട് തിന്ന വെച്ചിട്ടില്ല കേട്ടോ, നൈസ് വെച്ചിട്ട് ഒരു മീഡിയമായിട്ട് ഞാനിവിടെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇതേ കട്ടിക്ക് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രൈ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ച് തന്നെ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് പാന് ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇതൊന്നും ചുട്ടെടുക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചുട്ടെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ബട്ടറും പിന്നെ ചില്ലി ഫ്ലേക്സും മല്ലിയിലൊക്കെ മിക്സാക്കി വെച്ചല്ലേ. ഇനി ഇതിൽ മേലെ നമ്മൾക്കൊന്ന് തേച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ചുട്ടിയെടുത്ത ശേഷം താഴേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്താലേ നല്ലത്. അല്ലാണ്ട് ഇതേപോലത്തെ നമ്മൾക്ക് ബട്ടർ ഇതൊക്കെ തേച്ചിട്ട് നമ്മൾക്ക് ചുട്ടിയെടുത്താൽ നല്ലത്. അത് നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നല്ല ഫ്ലഫിനെസ്സായിട്ട് നല്ല പൊങ്ങി വരും കേട്ടോ, നല്ല അടിപൊളി ടെക്സ്ചർ തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇത് ചിക്കൻ കറീൻ്റെ കൂടെ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നമ്മുടെ ചായൻ്റെ കൂടെ ഇങ്ങനെ വെറുതെ കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി പൊറോട്ട ഇതൊക്കെ കഴിച്ച് ബോറായിട്ട് ഉണ്ടെങ്കിൽ ഇത് ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ട് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും
ഇഷ്ടവും നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇതുവരെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഇതേപോലത്തെ നമ്മൾക്ക് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് നമ്മളിത് ഇവിടെ എല്ലാം ഇവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല അടിപൊളി സംഭവമാണ്. നമുക്ക് 2-3 കപ്പിക്ക് നല്ല അടിപൊളിയായിട്ട് ഞാൻ വീട്ടിൽ പിന്നെ നമുക്ക് ഫ്രൈ പാനിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തന്തൂറിൻ്റെ ഇതൊന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഗാർലിക് ബട്ടർ നാൻ്റെ റെസിപ്പി ഇതൊക്കെ വേണമെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം അങ്ങനത്തെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾ മറക്കണ്ട. കമൻറ്റ് എത്ര പേർക്ക് ആ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ അത് കൂടെ നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കാം. അപ്പോൾ എത്ര എളുപ്പത്തിൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പിടിച്ച് എത്ര സോഫ്റ്റ് ഉണ്ടോ ഒന്നും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണ്ടേ എത്ര സോഫ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ഒരുപാട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരുപാട് നൈസായിട്ട് വെച്ചിട്ടില്ല കേട്ടോ, ഒരുപാട് കട്ടി വെച്ചിട്ടില്ല. അത് ഇപ്പോൾ മീഡിയമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു പീസ് നമ്മൾ മുറിച്ച് നോക്കുക എങ്ങനെയുണ്ട്, നമ്മുടെ പൊട്ടിച്ച് നോക്കാം. ഉള്ളിലത്തെ ടെക്സ്ചർ ഇതൊക്കെ നോക്കി കുറേ നെറ്റ് പോലെ സംഭവം വന്നിട്ടുണ്ടല്ലേ. ഇത് പെർഫെക്റ്റ് റിസൾട്ടാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതേപോലത്തെ ഞാൻ ഇനി അടുത്ത വീഡിയോയ്ക്ക് നല്ല അടിപൊളി റെസിപ്പി കൊണ്ടുവരാം. അപ്പോഴേക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.